നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും എന്ന ചാപ്റ്ററിൽ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സാണിത്. ആ ചാപ്റ്ററിലായിട്ട് ഗാന്ധിയൻ ആശയങ്ങൾ, ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളെ പറ്റിയിട്ട് പറയുന്നതും ഒപ്പം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരെ പറ്റിയിട്ടും പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട്. അതാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരും മികച്ച സംഭാവന നൽകിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് കാര്യക്ഷമമായ നികുതി സമ്പ്രദായം വിഭാവനം ചെയ്ത പ്രാചീന ഇന്ത്യയിലെ ചാണക്യനും ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ദാദാഭായ് നവറോജിയുമെല്ലാം ഇവരിൽ പ്രമുഖരാണ്. ഇവിടെ നമ്മൾ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന സാഹചര്യത്തിൽ ചാണക്യനെ പറ്റി പഠിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ പ്രാചീന ഇന്ത്യയിലെ ചാണക്യൻ്റെ സംഭാവനകളും അതുപോലെ തന്നെ നമ്മൾ മുൻ ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ട് ചോർച്ചാ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി അല്ലേ? ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? ദാദാഭായ് നവറോജിയും. അതൊന്ന് പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള ഹിന്ദ് സ്വരാജ്, ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ദർശനങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളിലാണ് ഹിന്ദ് സ്വരാജും ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നിവയും. അപ്പം നമുക്കൊന്ന് നോക്കാം ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് നോക്കിയാലോ. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. എന്താണ്? സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. അപ്പോൾ ഗാന്ധിയൻ ആശയങ്ങളെ പറ്റിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യം ചോദിക്കാം, ഉറപ്പാണ്. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുക. സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. പ്രാദേശികമായി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. എന്താണ്? പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ അവസരങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമീണ വ്യവസായങ്ങളെ എന്ത് ചെയ്യണം? ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലപ്പെടുത്തുക. അത്തരത്തിൽ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് എന്താണ്? പ്രാദേശിക വിപണികളെ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായി സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക. എന്താണ്? സാമൂഹികമായിട്ടുള്ള നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വത്തെ എന്ത് ചെയ്യണം? സാമ്പത്തിക അസമത്വത്തെ ലഘൂകരിക്കണം എന്നിവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കാൻ ഇനിയും സാധ്യതയുള്ളതാണ്. SCERT പാഠപുസ്തകത്തിൽ ഒരു ബോക്സിലായിട്ട് പ്രത്യേകം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്രയും ശ്രദ്ധ ആവശ്യമുള്ളൊരു ഭാഗമാണിത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയാണ്? ഗാന്ധിയുടെ സാമ്പത്തിക ചിന്തകൾ: സ്വയം പര്യാപ്തത, വികേന്ദ്രീകരണം എന്നിവയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ, പ്രാദേശികമായിട്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ എന്ത് ചെയ്യുക? ഗ്രാമീണ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക. പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് എന്ത് ചെയ്യുക? പ്രാദേശിക വിപണികളെ വിപുലപ്പെടുത്തുക. സാമൂഹിക നീതി ഉറപ്പാക്കാനായിട്ട് സാമ്പത്തിക അസമത്വം ലഘൂകരിക്കുക എന്നിവയാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളെന്ന് പറയുന്നത്. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങൾ? സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യ കുമാർ സെൻ, അതായത് അമർത്യ സെൻ. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആരാണ്? അത് അമർത്യ സെൻ ആണ്. ആരാണ്? അമർത്യ സെൻ ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ, എക്കണോമിക്സിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ എക്കണോമിസ്റ്റാണ് അമർത്യ സെൻ. അത് പഠിച്ചു വെക്കുക. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ, അതായത് വെൽഫെയർ എക്കണോമിക്സിലെ അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾക്കാണ് 1998 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു ഇന്ത്യൻ എക്കണോമിസ്റ്റിന് ആദ്യമായിട്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് അമർത്യ സെന്നിനാണ്. അദ്ദേഹത്തിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രത്തിലെ, വെൽഫെയർ എക്കണോമിക്സിലെ മികച്ച സംഭാവനകൾക്കാണ് 1998 എന്താണ്? നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്.
അമർത്യ കുമാർ സെന്നിൻ്റെ ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമർത്യ സെന്നിൻ്റെ വെൽഫെയർ എക്കണോമിക്സ് ചിന്തകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. എന്താണ്? സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാനായിട്ട് വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് കെയറിലുള്ള സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് എന്ത് ചെയ്യണം? സോഷ്യൽ ജസ്റ്റിസ് എന്നിവയ്ക്ക് എന്ത് ചെയ്യണം? ഊന്നൽ നൽകണം. അപ്പോൾ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകണം. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ എന്താണ്? രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്താണ്? ലിംഗസമത്വം, സ്ത്രീ ശാക്തീകരണം എന്നിവ രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ്. സാമ്പത്തിക വികസനം വിലയിരുത്തേണ്ടത് അത് മനുഷ്യാവകാശങ്ങളിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാമ്പത്തിക വികസനത്തെ എന്തു മാനദണ്ഡത്തിലാണ് വിലയിരുത്തേണ്ടത്? അത് മനുഷ്യാവകാശങ്ങളിലും ഹ്യൂമൻ റൈറ്റ്സിലും ഫ്രീഡത്തിലും സ്വാതന്ത്ര്യത്തിലും ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എക്കണോമിക് ഗ്രോത്തിനെ, എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ വിലയിരുത്താനായിട്ട് സാമ്പത്തിക വികസനത്തെ വിലയിരുത്തേണ്ടത്. ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിൽ 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. അപ്പോൾ എന്താണ്? ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന്, ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിന് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിച്ചു? ഇന്ത്യൻ വംശജനായിട്ടുള്ള അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള അഭിജിത്ത് വിനായക് ബാനർജിക്ക് ലഭിച്ചു. അദ്ദേഹത്തിന് എസ്തർ ഡൂഫ്ലോ, മൈക്കൽ ക്രൈമർ എന്നിവർക്കൊപ്പമാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹം പങ്കിട്ടത്. ആർക്കൊക്കെ ഒപ്പമാണ്? എസ്തർ ഡൂഫ്ലോ, മൈക്കൽ ക്രൈമർ എന്നിവർക്കൊപ്പമാണ് അദ്ദേഹം ഈ ഒരു പുരസ്കാരം പങ്കിട്ടെടുത്തത്. എന്നാലും ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് വിനായക് ബാനർജി. അദ്ദേഹത്തിന് ആഗോള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പരീക്ഷണാത്മക സമീപനം വിഭാവനം ചെയ്തതിനാണ് 2019 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്.